ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നേരം വെളിച്ചാൻ മുന്നേ നമുക്ക് 8ൻ്റെ പണി കിട്ടിയിട്ട് ഇന്നലെ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിലത്തെ എണ്ണ കഴിഞ്ഞത് അറിഞ്ഞില്ല. വണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ട്, എണ്ണ കഴിഞ്ഞോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി വഴിയിൽ വെച്ചിട്ട് അങ്ങോട്ട് നിന്നുട്ടാ. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് മദ്രസ ഉണ്ടായിരുന്നില്ല. ഇന്നലെ വെള്ളിയാഴ്ച ആയ കാരണം മദ്രസ ഉണ്ടായിരുന്നില്ല. കുഞ്ഞുവിന് ഞാൻ ട്യൂഷന് കൊണ്ടാക്കാൻ പോയിരുന്നു കേട്ടോ. 7 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്യൂഷന് കൊണ്ടാക്കാൻ പോകുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് വണ്ടി നിന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ നടന്നു പോയിക്കോ, വണ്ടി ഇവിടെ ഇരുന്നോട്ടെ പറഞ്ഞിട്ട് ഞാൻ വണ്ടി അവിടെ വെച്ച് വീട്ടിൽ വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് തൊട്ട വീട്ടിലത്തേക്ക് എണ്ണയൊക്കെ മേടിച്ച് കൊടുന്നു തന്നു. എന്നിട്ട് ഞാൻ അത് കന്നാസിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയി ഒഴിച്ചു. അങ്ങനെ വണ്ടി എടുത്തിട്ട് പോന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ പാലൊക്കെ മേടിച്ച് വന്ന് ചായ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു പണി ഇന്നലെ കിട്ടി. മദ്രസ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയായിരുന്നു. പിന്നെ കായ് വാങ്ങിച്ചു കൊടുന്നില്ലെങ്കിൽ ഞാൻ വടക്കാഞ്ചേരി പോയി വാങ്ങേണ്ട അവസ്ഥ വന്നിരുന്നു. ആകെ പെട്ടേനെ. മദ്രസ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്ന് പെട്രോളൊക്കെ ഒഴിച്ച് വണ്ടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് കേട്ടോ മിറ്റടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അപ്പുറത്തുള്ളവർ അവരൊക്കെ കളിയാക്കാണ്, വണ്ടി ഇങ്ങനെ ഓടിക്കും, അതിൽ പെട്രോൾ ഉണ്ടോ എന്ന് നോക്കൂല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവർ പറയട്ടാ. പിന്നെ നമ്മളിന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുമാമ്പുളി പൊട്ടിക്കാൻ കേട്ടോ. പരിപ്പും ഇരുമാമ്പുളിയും കുത്തി കാച്ചാന്ന് വിചാരിച്ചു വൈകുന്നേരത്തേക്ക് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ മീൻ കറി ഉച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കറിയൊന്നും വെച്ചില്ല. അത് കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിച്ചു. ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈകിട്ട് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമല്ലോ. അപ്പോൾ പിന്നെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇരുമ്പാമ്പുളി പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചൊക്കെ പൊട്ടിച്ചിട്ട് അച്ചാറിടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ഇരുമ്പാമ്പുളി ഇരുന്നിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലത്തെ പൂവും ഞെട്ടൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അതിനെ ഇങ്ങനെ കളഞ്ഞിട്ട് അതിനെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനെ 2ആക്കിയിട്ടോ 4ആക്കിയിട്ടൊക്കെ ഞാൻ അരിയും. അപ്പോൾ കുഞ്ഞാണ് വീഡിയോ പിടിക്കുന്നത്. കുഞ്ഞോടുണ്ട്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ വേറെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതിനങ്ങോട്ട് തീരുമാനമാക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ പോണ വഴിയിൽ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ എന്താ തീരുമാനമാക്കി എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ആയിഷമോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. നമ്മുടെ അടുക്കള ഞാൻ ഇങ്ങോട്ട് മാറ്റി, നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ താഴത്തെ ഭാഗത്തും, നമ്മൾ കറി വെക്കുന്നതും ബാക്കി കുക്കിങ്ങൊക്കെ നമ്മൾ ഈ അടുക്കളയിലുമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കണമെങ്കിലും ഒരു പാത്രം എടുക്കണമെങ്കിലും ഒരു പ്ലേറ്റ് എടുക്കണമെങ്കിലും ഈ നടത്തം തന്നെ കേട്ടോ. നേരം വെളുത്ത വൈകുന്നേരം വരെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങില്ല, അവിടുന്ന് ഇങ്ങോട്ട് കയറില്ല, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങില്ല, തന്നെ പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറി മനുഷ്യൻ്റെ ഉപ്പാട് ഇളകി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഗ്യാസിന് നമുക്ക് എടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കാമെന്ന്. അവിടെയാണ് എല്ലാ സൗകര്യവും ഉള്ളത്. പാത്രം കഴുകണതും പാത്രങ്ങൾ ഇരിക്കണതും ഒക്കെ അവിടെയാണ്. പിന്നെ കുപ്പിയും പാത്രങ്ങളും വെക്കുന്ന അലമാരയും ഒക്കെ അവിടെ തന്നെ കേട്ടോ. പിന്നെ മിക്സി ഇപ്പോൾ ഇവിടുത്തെ ആ സ്വിച്ച് ബോർഡ് നാശമായ കാരണം മിക്സിയും ഇപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അത് കാരണം എല്ലാം അവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഗ്യാസ് എടുത്തിട്ടൊന്ന് അവിടെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഗ്യാസ് അടുപ്പ് അവിടെ വെക്കാന്നുള്ളത്. പക്ഷേ മേശ പൊള്ളയ്ക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. മേശ പ്ലൈവുഡ് അല്ലേ, അപ്പോൾ എന്താ പറയുക, പൊള്ളച്ച് വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനിടയിൽ 2 ടൈലിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തു. അപ്പോൾ ടൈലല്ലേ ചൂടാവുള്ളൂ. പിന്നെ നമ്മൾ കുറേ നേരമൊന്നും കുക്ക് ചെയ്യുന്നില്ലല്ലോ, കുറച്ച് സാധനങ്ങളല്ലേ വെച്ചുണ്ടാക്കണുള്ളൂ. അത് കാരണം വല്ലാണ്ട് ചൂടാവുമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ 2 ടൈലിൻ്റെ പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിൽ കേട്ടോ. എന്നിട്ട് എന്താ പറയുക, ഗ്യാസ് അടുപ്പ് അതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സുഖമായിട്ടാണ്. ഇപ്പോൾ ഇനി കയറി ഇറങ്ങി നടക്കണ്ട, അവിടെ തന്നെ കുക്ക് ചെയ്യാം, അവിടെ തന്നെ പാത്രം കഴുകാം, അവിടെ തന്നെ പാത്രങ്ങൾ വെക്കാം. പിന്നെ വെച്ചുണ്ടാക്കിയത് വേണമെങ്കിൽ ഈ അടുക്കളയിൽ കൊണ്ടുവന്ന് വയ്ക്കാം. അവിടെ എന്താ വെച്ചാൽ പൂച്ച കയറും ആ അടുക്കളയിൽ. അപ്പോൾ അതുകൊണ്ട് ചോറും കൂട്ടാനും മീൻ വറുത്തമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുക്കളയിൽ കൊണ്ടുവന്ന് വയ്ക്കാം, ഭക്ഷണം കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് അപ്പോൾ കിച്ചൺ ഇന്നലെ വൈകുന്നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യലും ആകെ അങ്ങോട്ടും ഭയങ്കര പണിയായിരുന്നു കേട്ടോ. അന്ന് അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല, ഞാൻ ആ കാര്യം മറന്നു, വീഡിയോയുടെ കാര്യം ഞാൻ മറന്നുപോയി. ഒക്കെ അവിടെ സെറ്റാക്കിയതിന് ശേഷമാണ് അയ്യോ വീഡിയോ പിടിച്ചില്ലല്ലോ എന്ന് ഓർക്കണത് കേട്ടോ. ഞാനും കുട്ടികളും ഒക്കെ കൂടിയിട്ട് വൈകുന്നേരം ആയപ്പോൾ ചെയ്ത പണിയാണ്. പിന്നെ കിടക്കണ വരെ പണി തന്നെ കേട്ടോ. നമ്മൾ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ പിന്നെ പണി തന്നെയല്ലേ. അപ്പോൾ കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വയ്ക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് അതിന് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് അവർ കഴിച്ച പാത്രങ്ങളാണ് കഴുകി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് അപ്പോൾ പിന്നെ അവിടെ വെള്ളമാവും, അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ കറി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പരിപ്പ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചുവന്ന പരിപ്പുണ്ടല്ലോ, മസൂർ ദാൽ എന്ന് പറയില്ലേ, അതാട്ടാ വെക്കുന്നത്. അപ്പോൾ അത് അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഇരുമ്പാമ്പുളി ഞാൻ കഴുകിയിട്ട് പരിപ്പ് കൂടെ ഇട്ടിട്ട് വേവിച്ചപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞുവിനോട് ഓരോ കാര്യങ്ങൾ പറയാം കേട്ടോ. ഇവ അടുത്തുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വർത്തമാനങ്ങൾ, വീട്ടിലത്തെ വിശേഷങ്ങളും
പിന്നെ അവ സ്കൂളിൽ പോയിക്കല്ലായിരുന്നു. അപ്പോൾ പകലുണ്ടായ വിശേഷങ്ങളും ഓരോരുത്തർ ഫോൺ ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഉള്ളി ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്. പക്ഷെ ഞാനത് നന്നാക്കാൻ മടിച്ചിട്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് തൂമിക്കണത്. അപ്പോൾ സവാള ഇങ്ങനെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഇരുമ്പാമ്പുളിയും പരിപ്പും കൂടി വേവിച്ചത് അതിലേക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരുമ്പാമ്പുളിയും പരിപ്പും കൊത്തി കാച്ചിയത്, അതായത് തൃശ്ശൂർ സ്റ്റൈലുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീനും കൂടി വറുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണക്കമീൻ സ്രാവായിരുന്നു. 2 ദിവസം മുന്നേ ഞാൻ സ്രാവ് മേടിച്ചിട്ട് കായം പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടും കൂടി വറുത്ത് കഴിഞ്ഞാൽ സൂപ്പർ കറിയായിരുന്നു. ഉണ്ടാക്കാത്തവർ, കുത്തി കാച്ചാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി കാച്ചി നോക്കിട്ടാൽ നല്ല ടേസ്റ്റാണ്. പരിപ്പും മാങ്ങയും ഒക്കെ കുത്തി കാച്ചതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ ഇരുമ്പാമ്പുളി കുത്തി കാച്ചില്ല. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ സൈഡിൽ എന്താണെന്ന് പറയണ്ട, കടല വേവിച്ചിട്ടുണ്ടായിരുന്ന കുക്കറാണ്. അപ്പോൾ ഞാൻ ആ കുക്കറിലാണ് പരിപ്പ് വേവിച്ചത് കേട്ടോ. അത് കാരണമാണ് ആ കറുത്ത കളർ. അപ്പോൾ കൂട്ടാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് പറയുകയാണെങ്കിൽ ഇവിടേക്ക് ക്യാമറ മാറ്റിയപ്പോൾ ഇവിടെ നല്ല ക്ലിയർ ഉണ്ട് വെച്ചാൽ ആ അടുക്കളേനേക്കാളും ക്ലിയർ ഇവിടെയാണ് എന്നാട്ടോ പറയണത്. പിന്നെ അവിടെ ഒരു ഇടിച്ചക്ക ഇരുന്നിട്ട് ഇരിക്കുന്നത് കണ്ടോ, ആ ഇടിച്ചക്ക എന്നിരിക്കണമെന്ന് അറിയുമോ, അത് അതിൻ്റെ തോലൊക്കെ കളയാൻ മടിച്ചിട്ട് അത് അങ്ങനെ വെച്ചേക്കുക. അതിന് ഒരു ദിവസം നന്നാക്കിയിട്ട് മുതിര മേടിച്ചിട്ട് വേണം, പയറിരിക്കുന്നുണ്ട്, മുതിരയില്ല. അപ്പോൾ മുതിര മേടിച്ചിട്ട് വേണം മുതിരയും ഇടിച്ചക്കയും കൂടിയിട്ട് ഉപ്പേരി വയ്ക്കാൻ. അപ്പോൾ നമ്മുടെ സ്രാവ് വറുക്കാട്ടെ. ഞാൻ കുറച്ചിനെ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് മാത്രം കഴിക്കാനുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി വറുത്തു. അതൊക്കെ വറുത്തതിന് ശേഷം പിന്നെ തോന്നി നമ്മുടെ അടുക്കളയിൽ എന്താ പറയുക, വിറകൊക്കെ കഴിഞ്ഞേക്കാണ്, ചകിരി മൊത്തം കിടക്കുന്നത് പുറത്തും. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുട്ടികൾക്ക് ഇന്ന് മുടക്കാണല്ലോ, ഇത് ഇന്നുണ്ടായ സംഭവമാട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അതൊക്കെ ചാക്കിലാക്കിയിട്ട് എനിക്ക് കൊണ്ടുവന്നായോ, ഞാനിവിടെ അടക്കി ഒതുക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ആച്ചുട്ടനും കുഞ്ഞും കൂട്ടിയിട്ട് ചാക്കിലാക്കിയിട്ട് എനിക്ക് ചകിരി മൊത്തം, മുറ്റത്ത് കിടക്കുന്ന ചകിരി മൊത്തം എനിക്കിവിടെ കൊണ്ടുവന്നിട്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇടയ്ക്ക് ഉള്ളിലേക്ക് കയറ്റി വെച്ചു. അതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചു. പിന്നെ ചാക്കിലാക്കിയിട്ട് പുറത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല. ഇന്നലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. കിച്ചൺ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി നമ്മൾ ആകെ അങ്ങോട്ടൊന്ന് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിന് നല്ല സുഖമായിട്ടാണ് കുക്ക് ചെയ്യാനൊക്കെ. ഇപ്പം എന്തായാലും സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ എഴുതിട്ടാ. അങ്ങോട്ട് അടുക്കള മാറ്റിയതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആച്ചുട്ടനും കുഞ്ഞും വിഷമോളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കൊന്നും സ്കൂളില്ല. നാളെ ഇനി റിപ്പബ്ലിക്കാണ്. നാളെ മദ്രസ ഇല്ല, സ്കൂളില്ല. സ്കൂളിലേക്ക് പോവാം. ആച്ചുട്ടനും കുഞ്ഞും പോകണില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇവള് പോകണ്ടോയെന്ന് എനിക്കറിയില്ല. അവൾക്ക് പോകണമെന്നും പറയുന്നുണ്ട്, പോകണില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്താണെങ്കിലും നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.